അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല എന്ന് സമീപവാസികൾ 24-നോട് പറഞ്ഞു. അപ്പം നമ്മളെ വീടിന് ഭീഷണിയാണ്, ജീവനും സ്വത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ, കളക്ടറേറ്റിൽ, കോഴിക്കോട് കളക്ടറേറ്റിൽ, പിന്നെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ, കോർപ്പറേഷനിൽ, മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ വരെ ഞാൻ കയറിയിട്ട് ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡറും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തിട്ട് ഇവർ പണി നടത്തിയതുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ സമയത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് അവിടെ എന്തെങ്കിലും അക്രമം നടന്നാലേ ഞങ്ങൾ വരുള്ളൂ, ആ വഴി തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമേ ആ ഓർഡറിലുള്ളൂ. പിന്നെ ഇവിടെ കമ്മീഷൻ വന്നു. കമ്മീഷന് അഡ്വക്കേറ്റ് വന്ന സമയത്ത് ആൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി അവരെ പൊതിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇപ്പം കമ്മീഷന്റെ റിപ്പോർട്ട് വരെ കോടതിയിൽ കൊടുത്തിട്ടില്ല. ഡമ്മിന്റെ അരിയത്ത് ഇരിക്കുക മോന് കഞ്ഞിയും കൊടുത്തിട്ട് അതാ പുറത്ത് കൊലായില് ഓനിതിങ്ങനെ കണ്ടിട്ട് കഞ്ഞി കൊടുക്കുകയാണ് ഞാൻ. അന്നേരമാണ് ഷീറ്റുമ്പിലേക്ക് ഇങ്ങനെ എന്തോ ഒരു കല്ല് വീഴുന്ന മാതിരി എനിക്ക് തോന്നി. അപ്പം മോൻ പറഞ്ഞു അമ്മ അച്ഛമ്മ കല്ല് വീഴുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കല്ല് വീഴുകയെന്ന് പറയുമ്പോഴേക്ക് അതൊന്നായിട്ടും കൂടെ വീണ് പോസ്റ്റും ഒക്കെ പാടി തീയാളി കുട്ടീനെ എടുത്ത് ഞാൻ എങ്ങനെയോ അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിയതാ. അതുപോലെ ഈ സൈഡിലുള്ള മതിൽ ഒന്നായിട്ട് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പോഴേ പറഞ്ഞാണ് നിർത്ത്, ഞങ്ങൾക്കിത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇവരത് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു, നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ വർക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായത്. ഇഷിൻ്റെ അടിയിൽ കുറച്ച് എന്താ പറയുക കോൺക്രീറ്റ് ഇട്ട് ഇങ്ങോട്ട് നടന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിട്ടിട്ട് കാര്യമുണ്ടോ, നിങ്ങളിത് പൊന്തിക്കുന്നു, സേഫ്റ്റിയാണ് മോനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു കൊച്ചു അമ്മയും 2 പെൺകുട്ടികളുള്ള വീടാണ്, രാത്രി കിടക്കുമ്പോൾ തന്നെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് ചേട്ടാ, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ടതാ പറഞ്ഞത്. മിഥില ബാലനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. മിഥില, സമീപത്തെ വീടുകൾ അപകടാവസ്ഥയിലാണ് ഈ മണ്ണെടുത്തതിനെ തുടർന്ന്. അപ്പോൾ അത്തരത്തിലൊരു അപകട ഭീഷണി ഉണ്ടായിട്ടും ഇവിടെ നിർമ്മാണ പ്രവൃത്തി തുടർന്നു എന്നാണോ? അവിടെ MLAയും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയല്ലോ. ഈ സമീപവാസികളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ മിഥില? ഉന്മേഷ്, ഈ സമീപവാസികൾ നിരന്തരം ഈ വിഷയത്തിൽ പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അവർ കയറാത്ത ഓഫീസുകളില്ല. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി. പക്ഷേ ആ പരാതി ഒന്നും തന്നെ ആരും ഗൗനിച്ചില്ല, അല്ലെങ്കിൽ ഗൗരവത്തിലെടുത്തില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇന്ന് ഇവിടെ ഉണ്ടായ ഒരു അപകടം. മണ്ണിടിച്ചിലുണ്ടായത് രാവിലെ 11 മണിക്കാണ്. 11 മണിക്ക് മണ്ണിടിച്ചിലുണ്ടായി. 3 തൊഴിലാളികളാണ്, ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇതിൽ അകപ്പെട്ടത്. 2 പേരെ രക്ഷപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഒരാൾ ഇതിൽ കുടുങ്ങുകയായിരുന്നു. ആ മണ്ണിനടിയിൽപ്പെട്ട ആളെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനമാണ് 1 മണിക്കൂറിലധികം നേരം നീണ്ടത്. നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ കണ്ട ഒരു കാഴ്ച എന്നത്, നമ്മൾ എത്തിയ ആ ഒരു സമയത്താണ് ഈ തൊഴിലാളി മണ്ണിനടിയിൽപ്പെട്ട ആളെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന ഇടയിൽ തന്നെയാണ് വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടായത്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയായിരുന്നു. അവിടെയുള്ള ആളുകൾ, രക്ഷാപ്രവർത്തകർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ആ മണ്ണിനടിയിൽ അവർ പെടാതിരുന്നത്. MLA, പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. MLA അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിലുള്ള പരാതി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇവിടെ വീഴ്ച സംഭവിച്ചതായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആരുടെ ഭാഗത്താണോ വീഴ്ച ഉണ്ടായത് അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജ് ACP ഇവിടെ എത്തി. അസ്വാഭാവിക മരണത്തിന് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. മറ്റു വകുപ്പുകൾ ചുമത്തുന്ന കാര്യം കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം തീരുമാനിക്കും. ഈ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കുന്നതിന് റവന്യൂ വകുപ്പുമായി ചേർന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഈ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ്. ഈ ഒരു ഫ്ലാറ്റിൻ്റെ നിർമ്മാണ ജോലികളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള തൂണുകൾ ഉൾപ്പെടെ ഇവിടെ നിർമ്മിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ തൂണുകളെല്ലാം തന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ കോൺക്രീറ്റ് പാളികളെല്ലാം തന്നെ അടർന്നു വീണിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കൂടി JCB ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല ഈ മണ്ണ് ഇങ്ങോട്ട് താഴ്ന്നു വീണപ്പോൾ തന്നെ മണ്ണ് മാത്രമായിരുന്നില്ല, വലിയ ചെങ്കൽ പാറകൾ വീണിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് മാറ്റുക എന്നത് വലിയ ദുഷ്കരം പിടിച്ച ഒരു പ്രവൃത്തിയായിരുന്നു. ആദ്യം ഡ്രില്ല് ഉപയോഗിച്ച് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി, പിന്നീട് അത് അവിടെ നിന്നും മാറ്റിയതിന് ശേഷമാണ് ഹിറ്റാച്ചിയും മറ്റ് JCB ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഹിറ്റാച്ചി കൊണ്ടുവന്ന് മണ്ണ് മാറ്റിയ ഉടൻ തന്നെയാണ് ഇതിൽ അകപ്പെട്ട ആളുടെ ശരീരഭാഗങ്ങൾ കണ്ടു തുടങ്ങിയത്. അതിനുശേഷം സാവധാനം ഈ മണ്ണ് മാറ്റി ഇയാളെ പുറത്തെടുക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 1.5 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ ഒരു മൃതദേഹം അല്ലെങ്കിൽ ഈ ഒരു യുവാവിൻ്റെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയൊരു വീഴ്ച തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നത് പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണ്. കാരണം ഇത്രയധികം പരാതി നൽകിയിട്ടും ആരും തന്നെ ഈ വിഷയം ഗൗനിച്ചില്ല. മാത്രമല്ല ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഷീറ്റുകൾ വെച്ച് മറച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിർമ്മാണ ജോലികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാവാതിരിക്കാൻ ഷീറ്റുകൾ വെച്ച് മറച്ചിട്ടുണ്ടായിരുന്നു. 4 ദിവസം മുൻപ് സമാനമായ രീതിയിൽ ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി. അന്ന് തന്നെ പ്രദേശവാസികൾ ഈ വിഷയത്തിൽ ഇടപെടണം, അല്ലെങ്കിൽ ഇത് നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതാരും തന്നെ മൈൻഡ് ചെയ്തില്ല. ഇന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് അത് മാറുകയും ചെയ്തു. ഉന്മേഷ്, മിഥില, ഇനിയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കുമോ?
ഉന്മേഷ്, നിലവിലിപ്പോൾ അത് നിർത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ ക്രൈം സീനായി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് ആർക്കും ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഇപ്പോൾ പോലീസാണ് ഇതിപ്പോൾ ഇവിടെ ബന്ധിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. നിലവിൽ ACP പറഞ്ഞത് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇപ്പോൾ തൽക്കാലം ആരെയും കയറ്റിയിട്ടില്ല. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്തും ഇവിടെ മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അത്ര ഭീതിജനകമായ ഒരു സാഹചര്യത്തിലാണ് ഇതിന് സമീപ പ്രദേശങ്ങളിലുള്ള ജനങ്ങളെല്ലാം തന്നെ കഴിയുന്നത്. ഉന്മേഷ്. ശരി മിഥില ബാലനാണ് സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്.